മുഖ്യമന്ത്രി പിണറായി വിജയൻ പമ്പയിലേക്ക് എത്തിയിരിക്കുന്നു. നാളെ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പമ്പയിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം പമ്പയിലെ ദേവസ്വം ബോർഡ് മരാമത്ത് ഓഫീസ് കോംപ്ലക്സിലേക്കാണ് എത്തിയത്. അദ്ദേഹം രാത്രി തങ്ങുന്നത് ഇവിടെയാണ്. നാളെ ഇവിടെ നിന്നായിരിക്കും ആഗോള അയ്യപ്പ സംഗമ വേദിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറപ്പെടുക. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് ആഗോള അയ്യപ്പ സംഗമം. നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കിയിരുന്നു, സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന്. നാളെ 3 സെഷനുകളിലായിട്ടായിരിക്കും ആഗോള അയ്യപ്പ സംഗമം നടത്തുക. വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ആഗോള അയ്യപ്പ സംഗമത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. പോലീസിനെയും ഇപ്പോൾ തന്നെ വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പമ്പയിലേക്ക് എത്തി ഇതിൻ്റെ ഒരുക്കങ്ങളെല്ലാം വിലയിരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു കുറവും വരാത്ത രീതിയിൽ വലിയ സന്നാഹങ്ങളോടുകൂടിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. പ്രധാനമായും ശബരിമല മാസ്റ്റർ പ്ലാൻ വിഷയം ചർച്ച ചെയ്യുക, ഒപ്പം തന്നെ ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുക, കൂടുതൽ ഭക്തർക്ക് ദർശന സൗകര്യങ്ങൾ ഒരുക്കുക തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ചർച്ചകൾ ഈ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിൽ നടക്കും. 3500 പ്രതിനിധികളായിരിക്കും ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുക. തമിഴ്നാട്ടിൽ നിന്നുള്ള 2 മന്ത്രിമാർ പങ്കെടുക്കും. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 1000-ലധികം പ്രതിനിധികൾ ഈ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കും എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. മന്ത്രി VN വാസവനും പമ്പയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള അത് പൂർത്തിയായിട്ടുണ്ട്. നാളെ രാവിലെ 9:30-ക്കായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുക. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.